നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ തുല്യ ചാർജ് ഇല്ലെങ്കിലും നിയമമാക്കി മാറ്റാം എന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചതോടുകൂടി നമ്മുടെ കെ സ്റ്റാലിൻ്റെ നക്ഷത്രം ഒന്നുകൂടി തിളങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് പകുതി രാജ്യവും രാജകുമാരിയും കിട്ടിയ പോലെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ മുഴുവൻ രാജ്യവും കിട്ടണം, അതാണ് പുള്ളിയുടെ ആഗ്രഹം, അതാണ് പുള്ളിയുടെ ഉദ്ദേശം. പുള്ളിയുടെ മാത്രമല്ല, ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ അതിൻ്റെ പൂർവ്വരൂപമായ ദ്രാവിഡ കഴകത്തിൻ്റെ അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ജസ്റ്റിസ് പാർട്ടിയുടെയും താല്പര്യം തമിഴ്നാടിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. അതിനവർ ദ്രാവിഡസ്ഥാൻ വാദം ഉയർത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന അഖിലേന്ത്യാ ലീഗ് അഥവാ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ അതിനാദ്യം പിന്തുണ കൊടുത്തത് വി രാമസ്വാമി നായ്ക്കരടക്കമുള്ള ജസ്റ്റിസ് പാർട്ടിക്കാർ. അവർ പിന്നീട് ദ്രാവിഡ കഴകക്കാരായിട്ട് മാറി. പിന്നീട് ഈ കഴകത്തിൽ നിന്ന് രാമസ്വാമി നായ്ക്കരെ തന്നെ തള്ളി പുറത്താക്കി CN അണ്ണാദുരയും മുത്തുവേൽ കരുണാനിധിയും നെടുഞ്ചെഴിയനും ഒക്കെ ചേർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഏത് കാലത്തെയും ലക്ഷ്യം, ഇവരുടെ സ്വപ്നം എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര തമിഴ്നാടാണ്. അതിനവർ ദ്രാവിഡസ്ഥാൻ എന്ന് പേരിട്ട് വിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അന്ന് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്ന തെലുങ്കന്മാരോ നമ്മുടെ മലബാറിലടക്കമുള്ള മലയാളികളോ ഇപ്പോൾ കർണാടകത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ചില പ്രദേശങ്ങളിലെ കന്നഡികരോ ഇത്ര സാഹസികരായിരുന്നില്ല. നമുക്ക് ആർക്കും ദ്രാവിഡസ്ഥാൻ വേണ്ടിയിരുന്നില്ല. നമുക്കെല്ലാവർക്കും ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് ഭാരത ഭാഗ്യവിധാത എന്ന ദേശീയഗാനം പാടാനായിരുന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ തമിഴന്മാർ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ വലിയ സമരങ്ങളൊക്കെ നയിക്കേണ്ടി വന്നു. വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടു. തനി തമിഴ് ഇയക്കം പോലെയുള്ള പല കലാപരിപാടികളും അവതരിപ്പിച്ചു. പിന്നെ ഒരു കാലത്ത് ഇവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കില്ല എന്ന തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ചു. അതും നടക്കാതെ വന്നു. പിന്നീട് ജവഹർലാൽ നെഹ്റു ഭരണഘടനയിൽ ഭേദഗതി കൊടുത്തു. ഇന്ത്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്നു, ഇന്ത്യയുടെ ഭൂപരമായ ഐക്യത്തെയും അഖണ്ഡതയെയും അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല, തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന രീതിയിൽ ഭരണഘടന മാറ്റിയോട്ടാണ് ഇവർ ഈ ഭരണഘടനയെ തത്വത്തിലെങ്കിലും അംഗീകരിച്ചു. തത്വത്തിൽ മാത്രം അംഗീകരിച്ചുള്ളൂ, പ്രയോഗത്തിൽ ഇന്നേ ദിവസം വരെ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണം കിട്ടണം, ആ സ്വയംഭരണം വളർന്ന് പരമാധികാരമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ദ്രാവിഡ രാഷ്ട്രീയക്കാർ. MGR ഒക്കെ പിന്നീട് അതിൽ ഒരുപാട് വെള്ളം ചേർത്തു. ജയലളിതയായപ്പോൾ വെള്ളം ചേർത്ത് വെള്ളം ഏതാണ് മോര ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ കരുണാനിധി അങ്ങനെയല്ല, അതേ അസലുള്ളവനാണ്. പുള്ളി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിക്കാനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് PV രാജമന്നാറിനെ അധ്യക്ഷനാക്കിയിട്ട് ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചു. ആ കമ്മിറ്റി ഒരുപാട് തെളിവെടുപ്പ് നടത്തി, പഠനം നടത്തി, മനനം നടത്തി, അതിമനോഹരമായ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഈ റിപ്പോർട്ട് നടപ്പാക്കാനായിട്ട് കരുണാനിധിക്ക് പറ്റില്ല. കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം, കേന്ദ്രത്തിൻ്റെ പിന്തുണ വേണം, അംഗീകാരം വേണം. ഇതൊന്നും ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. ഇന്ദിരാഗാന്ധി രാജമന്നാറുടെ റിപ്പോർട്ട് അങ്ങനെ തന്നെ എടുത്ത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിട്ടു. എന്ന് മാത്രമല്ല, കരുണാനിധിയുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന സർക്കാരിയുടെ നേതൃത്വത്തിൽ വേറൊരു കമ്മീഷനെ നിയമിച്ചു. സർക്കാരിയ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കരുണാനിധി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകൾ, അഴിമതികൾ, രാജ്യദ്രോഹ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി. അങ്ങനെ കരുണാനിധിയുടെ സർക്കാരിനെ ഇന്ദിരാഗാന്ധി പിരിച്ചു. അന്ന് അടിയന്തരാവസ്ഥ എന്നുള്ളൊരു സൗകര്യം കൂടി ഉണ്ട്. അങ്ങനെയുള്ള പല ചരിത്രങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും മകൻ സ്റ്റാലിൻ അതേ പാത തന്നെ പിന്തുടരുകയാണ്. പുള്ളിക്ക് ഇപ്പോൾ ആവേശം മൂത്തിരിക്കുകയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്ത കൊല്ലം നടക്കാൻ പോവുകയാണ്. ഈ വിജയ് എന്ന് പറഞ്ഞ സിനിമാ നടൻ ഒരു പാർട്ടി രൂപീകരിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ഇഫ്താർ വിരുന്നുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ അഭിനയം അറിയുള്ളൂ, മറ്റേ പുള്ളിക്ക് സിനിമയിലെ അഭിനയം അറിയാം എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ സിനിമാ നടന്മാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ വിജയുടെ പാർട്ടി ഒരു ഭാഗത്തോട് ഉയർന്നു വരുന്നു. അതിനിടയ്ക്ക് ദുർബലമായി നിൽക്കുന്ന അണ്ണാ-DMK BJPയുമായിട്ടുള്ള സഖ്യം പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും ആക്രമണം നേരിടുകയാണ്. പിന്നെ സ്റ്റാലിൻ്റെ സ്വന്തം അഴിമതി ഒരു ഭാഗത്തുമുണ്ട്. ഇനി എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം നാളെ വരും. CBIക്കാർ വീട് റെയ്ഡ് എന്നൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഏതായാലും ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനല്ല, കൂടുതൽ സ്വയംഭരണം നേടിയെടുക്കാൻ, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ താന്നിപ്പുഴക്കാരനായ ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് ഈ കമ്മിറ്റിയുടെ തലവൻ.
ഇനി തലൈവർ കുര്യൻ ജോസഫ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടും. ഈ തമിഴ്നാട്ടിൽ തന്നെ റിട്ടയർ ചെയ്ത ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്. അവരാരും വെക്കാതെ പാവം താന്നിപ്പുഴക്കാരനെ തന്നെ കണ്ടുപിടിച്ച് വെച്ചതിൻ്റെ കുട്ടൻസ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. മിക്കവാറും ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചിട്ട് ജയശങ്കറെ ഇതിൻ്റെ കുട്ടൻസ് ഇതാണ് കേട്ടോ എന്ന് പറയാനുള്ള നല്ല സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് പ്രതികാര നടപടിയൊന്നും സ്വീകരിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ സ്റ്റാലിൻ ഇവിടെ കൂടെ നിർത്തിയിട്ടില്ല. സംസ്ഥാനത്തിന് സ്വയംഭരണം വേണം എന്ന ഒരു പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി. സംസ്ഥാനത്തിന് സ്വയംഭരണം നൽകണമെന്ന കാര്യത്തിൽ ആർക്കും സംശയത്തിന് അവകാശമില്ല. പക്ഷേ സ്റ്റാലിന് കരുണാനിധിയുടെ അനുഭവം ഓർമ്മയുണ്ടാവും. ഈ നമ്മുടെ നാട്ടിൽ പറയില്ലേ, കൊഞ്ചം തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയില്ലേ എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്ത് ഈ 350-ാം അനുച്ഛേദ പ്രകാരം പിരിച്ചുവിടപ്പെട്ട പല മുഖ്യമന്ത്രിമാരുണ്ട്, DMS മുതൽക്ക് അങ്ങോട്ട്. പക്ഷേ 2 തവണ ഇതേ നിയമത്താൽ നിഷ്കാസിതനാകപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ സ്റ്റാലിൻ്റെ അപ്പനായ കരുണാനിധിയായിരുന്നു. അപ്പോൾ സ്റ്റാലിൻ തുള്ളുന്നത് കുഴപ്പമില്ല, കൊഞ്ചം തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിൽ. ആ ഓർമ്മയുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.